ഫ്രണ്ട്സ്, നമ്മുടെ ഈ വേനൽക്കാലത്ത് നമ്മളെ ശരീരത്തിന് നല്ല തണുപ്പും എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന 1-2 സ്മൂതീസ്, അതായത് ലസ്സി എന്ന് പറയാം. അത് ഏത് ടൈപ്പൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ട്രോബെറീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഇടത്തരം സ്ട്രോബെറീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് അതിനകത്തേക്ക് ഒരു ബൗൾ നല്ല അധികം പുളിയില്ലാത്ത തൈരും, എല്ലാവരുടെയും നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ഷുഗർ, കൂട്ടത്തിൽ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. കൂട്ടത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സ്ട്രോബെറി ക്രഷ് ഞാൻ ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. കൂട്ടത്തിലേക്ക് ഒരു 4-5 കഷ്ണം ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ സ്മൂതി നല്ലതുപോലെ മിക്സിയിൽ അടിക്കാൻ പോവാണ്. ഇതപ്പം നമ്മളുടെ സ്ട്രോബെറി സ്മൂതി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി അടുത്താഴ്ച ചെയ്യാൻ പോകുന്നത് മാംഗോയും പപ്പായയും കൂടെ തൈര് ഒഴിച്ചിട്ട് ചെയ്യാൻ പോകുന്ന സ്മൂതിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തൈരെടുത്തു. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് മാംഗോസ് എടുക്കുക. 2 ടൈപ്പ് മാംഗോസ് എടുത്തിട്ടുണ്ട്. മെഷർമെൻ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കുക. അതിനകത്തേക്ക് ഇത്രത്തോളം പപ്പായയും ഞാൻ മുറിച്ച് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ടുന്ന പഞ്ചസാര ഇടുക. കൂട്ടത്തിലേക്ക് 1-2 ഏലക്ക പൊടിച്ചും കൂടെ ഇടുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത പോലെ 1-2 കഷ്ണം ഐസ് ക്യൂബ്സും കുറച്ച് ഐസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ അടിക്കുകയാണ്. ഇതാ അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ പപ്പായയും മാംഗോയും കൂടെ ചേർത്തിട്ടുള്ള സ്മൂതി ഇത് ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. സെർവിങ് കപ്പിലേക്ക് ഞാനിത് മാറ്റാൻ പോവുകയാണ്. ഞാൻ അടുത്ത 3ാമത്തെ സ്മൂതി എന്ന് പറയുന്നത് ബനാന ആൻഡ് ക്യാരറ്റ് സ്മൂതിയാണ്. അതിന് വേണ്ടിയിട്ടും ആദ്യം തന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഒഴിക്കുകയാണ്. 1 ക്യാരറ്റ് ചെറുതാക്കിയത് അരിഞ്ഞതും, അതിനകത്തേക്ക് ഞാനിപ്പോൾ ചിങ്ങമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം യൂസ് ചെയ്യാം. കൂട്ടത്തിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും, അതേപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഇടുക. അതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഐസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഈ സ്മൂതിയും കൂടെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ സ്മൂതിയും നല്ലതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റാൻ പോവുകയാണ്. ഇനി ഈ സ്മൂത്തീസ് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഫ്ലേക്സോ ഇല്ല ഇനി പിസ്തയുടെ ഫ്ലേക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു സമ്മർ സീസണിൽ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലിരിക്കുന്നുണ്ടല്ലോ, അവർക്കെല്ലാം ഇതുപോലെ ഇച്ചിരി തൈര് മാത്രം വാങ്ങി വെച്ചാൽ മതിയാവും. ബാക്കി നമുക്ക് കിട്ടുന്ന ഈ ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിച്ചിട്ട് മിക്സ് ഫ്രൂട്ട്സ് ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്ത് കുടിച്ചോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.